എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയണം. അസിയും അനുചേച്ചിയുമായുള്ള ബന്ധം എന്ത്? അയ്യോ അയ്യോ ഞങ്ങള് ബിസിനസ് പാർട്ട്നേഴ്സ് ആണ്. എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. നമ്മുടെ സ്റ്റുഡിയോയുടെ ബ്രാൻഡ് അംബാസിഡർ ആണ്. പിന്നെ ഇത് തന്നെ നമ്മുടെ ഒരു വൺ ലൈഫ് എന്നുള്ള ഒരു പ്രോജക്റ്റ് ആണ് ആക്ച്വലി. അപ്പം ഇതൊരു 5500 സ്ക്വയർ ഫീറ്റിൽ ഇപ്പൊ സിംഗിൾ ബെഡ്റൂം വീടാണ്. പിന്നെ ഇതിന്റെ ഫ്രണ്ടിൽ നമ്മൾ ഗാർഡൻ, അതുപോലെ തന്നെ ഹോഴ്സ് റൈഡിങ്, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഫ്യൂച്ചറിൽ ചെയ്യുന്നുണ്ട്. ഹോഴ്സ് റൈഡിങ്ങോ? ഹോഴ്സ് റൈഡിങ്, ഹോഴ്സ് റൈഡിങ്, മഡ് റൈഡിങ്, മഡ് റൈസിംഗ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്. പിന്നെ നമുക്ക് കുറച്ച് കയറ്റുണ്ടല്ലോ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ബാക്കിലൊരു 1500 സ്ക്വയർ ഫീറ്റിൽ നമ്മൾ അത്യാവശ്യം കേജ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ചേട്ടന് ഈ സ്പെക്സ് കാണുമ്പോൾ നല്ല രസമുണ്ടല്ലോ. ഇതിനെന്തെങ്കിലും പുറകിൽ കഥയുണ്ടോ? ഗോഡ് ഫാദർ എന്നുള്ള ഒരു മോഡലാണ്. സോ എനിക്ക് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഭയങ്കര ഇഷ്ടം. നമുക്ക് വീടിന്റെ അടുക്കള ഭാഗത്തേക്കും കൂടെ ഇത് തന്നെയാണ് ഇതിന്റെ അടുക്കള. അത് കുറച്ച് ഇതായിട്ട് കിടക്കും. ഇപ്പൊ രാവിലത്തെ കുക്കിങ്ങും പരിപാടികളൊക്കെ കോൺസെപ്റ്റിൽ ചെയ്തെന്ന് വെച്ചാല്, സോ വീട്ടിൽ എപ്പോഴും ഒരു വീട് വെക്കുമ്പോഴത്തേക്കും അടുക്കള കിച്ചൺ സെപ്പറേറ്റ് ആയിരിക്കുമല്ലോ. കിച്ചൺ സെപ്പറേറ്റ് ആയിരിക്കുമ്പോൾ വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരുമ്പോഴത്തേക്കും വീട്ടിലുള്ള മെയിൻ ആള് നേരെ കിച്ചണിലോട്ട് പോകും. അപ്പൊ അവർക്ക് ഈ ഗസ്റ്റിന്റെ അടുത്ത് എന്റർടൈൻ ചെയ്യാനോ സംസാരിക്കാനോ ഒന്നും പറ്റത്തൂല. കമ്മ്യൂണിക്കേഷൻ ഭയങ്കരമായിട്ട്, അപ്പൊ അവർ അവിടെ കിടന്ന് ഇറിറ്റേറ്റഡ് ആവും. ഇത് അങ്ങനെയല്ല, നമുക്ക് ആർക്ക് വേണമെങ്കിലും കയറി ചായ ഇടാം, ആർക്ക് വേണമെങ്കിലും കുക്ക് ചെയ്യാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും കുക്ക് ചെയ്യണോ ഒന്നൊക്കെ ചെയ്തോളൂ. ആക്ച്വലി ഇവിടെ വന്നപ്പോഴത്തേക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ ഒരു സാധനമാണ്. ഇത് എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? ഇത് കണ്ടൽക്കാടുകൾ എന്ന രീതിയിൽ നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത് അക്വേറിയാണ്. ഒന്നായിട്ടില്ല, സെറ്റ് ആവുകൊണ്ടിരിക്കുന്നത്. ഈ കണ്ടൽക്കാട് മറ്റേ ആ പുഴയുടെ കടലിന്റെ ഒക്കെ സൈഡിലേ വളരുള്ളൂ എന്നാണ് ഞാൻ ചിന്തിച്ചത്. കണ്ടൽക്കാടിനെ വീടിനകത്ത് കൊണ്ടുവച്ചേക്കുന്നത്. ഇത് കാടാവോ ഇനി ഇതിനകത്ത്? വീട്ടിൽ വളർത്താൻ വേണ്ടിട്ട് ഇതിൽ നല്ല പുഴയിൽ വളരുന്നതായിരുന്നു അത്. അല്ല, സത്യത്തിൽ ഇതിനെ ഇങ്ങനെ വളർത്താൻ ഭയങ്കര പാടാണ്. ലൈറ്റ് കണ്ടോ, ഇപ്പൊ ഡയറക്റ്റ് സൺലൈറ്റ് ടോപ്പിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് വളർന്നു, വേറെ പ്രശ്നമില്ല. വളരത്തില്ല. അത് ഫസ്റ്റ് വൺ. പിന്നെ കുറച്ച് കോയി ഫിഷ് അകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പം ഇതുവരെ വെള്ളം ഉണ്ടായിരുന്നു. അത് കുറച്ച് ഇതായി, വെള്ളം കുറച്ചുകൂടെ. അല്ല, ഇതൊന്ന് ഒന്നും കൂടെ സെറ്റ് ചെയ്യാനുണ്ടോ? കുറച്ച് നമ്മൾ ആദ്യം ഇവിടെ ഒരു ഫൗണ്ടൈനിങ് ആണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ രാജസ്ഥാനിലെ കുറച്ച് പൈസ അയച്ചു കൊടുത്തു. ഫൗണ്ടൈനിന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്ത് ഏകദേശം 2 മാസത്തോളം ആയപ്പോഴത്തേക്ക് അത് വന്നില്ല. ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഈ തടി ഇത് നമ്മളിപ്പം വാട്ടർ പ്ലാന്റിൽ ഇടുന്ന തടിക്ക് അത്യാവശ്യം നല്ല വിലയുണ്ട്. ഒരു കിലോ തടിക്ക് ഒരു 1200 റുപ്പീസ് ഒക്കെ വിലയുണ്ട്. ഇതൊരു 75 കിലോ ഉണ്ട് തടി. നിങ്ങളത് കാൽക്കുലേറ്റ് ചെയ്ത് അറിയാം. 19,000 രൂപയുടെ മുതലാണായിരിക്കണേ. 75 വർഷത്തെ പഴക്കമുണ്ട്. പഴയതാണ്. എങ്കിലേ ഈ തടി പൊങ്ങി വെള്ളത്തിൽ നിൽക്കത്തുള്ളൂ. ആക്ച്വലി